മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ തുഷാർ ഗാന്ധിയെ RSS BJP പ്രവർത്തകർ തടഞ്ഞ സംഭവത്തിൽ നടപടിയുമായി പോലീസ്. 5 RSS BJP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തുഷാർ ഗാന്ധിയെ തടഞ്ഞതിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനും രംഗത്തെത്തി. നെയ്യാറ്റിൻകരയിൽ ഗാന്ധിയൻ P ഗോപിനാഥൻ നായരുടെ പ്രതിമ അനാച്ഛാദനത്തിനെത്തിയ തുഷാർ ഗാന്ധിയെ RSS BJP പ്രവർത്തകർ തടഞ്ഞിരുന്നു. സംഘപരിവാർ രാജ്യത്തിന്റെ ആത്മാവിൽ വിഷം കലർത്തിയെന്ന തുഷാർ ഗാന്ധിയുടെ പ്രസംഗത്തിനെതിരെയായിരുന്നു പ്രതിഷേധം. സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്തെത്തിയതിനു പിന്നാലെയാണ് പോലീസ് കേസെടുത്തത്. കണ്ടാലറിയാവുന്ന 5 പേരെ നെയ്യാറ്റിൻകര പോലീസ് അറസ്റ്റ് ചെയ്തു. വാർഡ് കൗൺസിലർ കൂട്ടപ്പന മഹേഷ്, ഹരികുമാർ, കൃഷ്ണകുമാർ, സൂരജ്, അനൂപ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടത്. ഇത്തരം പ്രവണതകൾക്കെതിരെ നിയമപരവും ജനാധിപത്യപരവുമായ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിലെത്തുന്ന ദേശീയ അന്തർദേശീയ വ്യക്തിത്വങ്ങളുടെ വഴി തടയുന്നത് അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മഹാത്മാഗാന്ധിയുടെ പൈതൃകത്തെ BJPയും RSSും അപമാനിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇത് ഏറ്റവും നിന്ദ്യമായ, ഏറ്റവും ക്രൂരമായ ഒരു നടപടിയാണ്. ഗാന്ധിയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് തുഷാർ ഗാന്ധി. പ്രതിഷേധങ്ങളെ ഭയക്കുന്നില്ലെന്ന് മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ. I don't feel scared by their organizational abilities. തുഷാർ ഗാന്ധിയെ തടഞ്ഞ നടപടിക്കെതിരെ DYFI രംഗത്തെത്തി. എന്നാൽ ഗാന്ധിയുടെ പേരുള്ള എല്ലാവരെയും മഹാത്മാക്കളായി കാണാൻ കഴിയില്ലെന്നാണ് BJP നേതാക്കളുടെ നിലപാട്. 24 കോട്ടയം.